ഹലോ ഹായ് അസ്സാം വലൈക്കും. ഈ കാണുന്ന മോഡൽ പാൻറ് കട്ടിംഗ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീവേഴ്സ് മൊമെന്റ്സ്. ഇത് പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് ആണ്. 60 ഇഞ്ച് വിട്താണ് വേണ്ടത്. നമുക്ക് അത്രയും വിട്ട് തികയാത്തതുകൊണ്ട് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് രണ്ട് കാലിലേക്കും വേണ്ട ഫാബ്രിക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. സ്റ്റിച്ചിങ്ങിൻ്റെ പുറത്തൂടെ തന്നെ ഒന്ന് ചേർത്ത് അടിച്ചെടുക്കുക. രണ്ട് ഫാബ്രിക്കും ഇതുപോലെ പതിച്ചടിച്ചെടുക്കുവാണേ. ഇപ്പോൾ ഇത് 60 ഇഞ്ച് വിട്ടായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സുകളിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സുകളായിട്ട് ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം നമ്മൾ മുട്ട് വരെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പാർട്ടില്ലേ, അതിൽ ഇതിങ്ങനെ വെച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ചേർത്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ലൈനിങ്ങിൻ്റെ ക്ലോത്താണേ. ഇപ്പം നമ്മൾ മെയിൻ ക്ലോത്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ഇനി അത് ഈ ലൈനിങ്ങിൽ വെച്ചൊന്ന് ഫുൾ അറ്റാച്ച് ചെയ്തെടുക്കുക. ഒരുപാട് പിടിച്ച് വലിക്കാണ്ട് വളരെ സാവകാശം സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അതിനുശേഷം ഈ ക്രോച്ച് ലെന്ത് വരുന്ന ഭാഗം കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡിലെ ക്രോച്ച് ലെന്ത് വരുന്ന ഭാഗം വരെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് മറുവശത്തുള്ള സൈഡാണേ. നന്നായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ ലെന്ത് കൂടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടേക്കുന്നത്. വളരെ സാവകാശം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട പാർട്ടാണ് ഇത്. ഇതിന് ശേഷം ലൈനിങ്ങിൽ കാല് വരുന്ന ഭാഗമില്ലേ, ആ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ലൈനിങ് ക്ലോത്താണ് ഇതിൽ നമ്മൾ കാല് വരുന്ന ഭാഗത്ത് ആ പാർട്ടാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. ഒത്തിരി വീതിയിലൊന്നും മടക്കിയെടുക്കണ്ട. ഇനി ഇത് അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിലും കാല് വരുന്ന പാർട്ട് ഇതുപോലെ ചെറുതായിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ക്രോച്ച് ലെന്ത് വരെയല്ലേ നമ്മൾ ആദ്യം ലൈനിങ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ക്രോച്ച് ലെന്തിൻ്റെ താഴെ ഭാഗം മുതൽ ബാക്കിയുള്ള ഭാഗം ഫുള്ള് ജോയിൻ ചെയ്തെടുക്കുക. രണ്ട് സൈഡിലും ഇതുപോലെ ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ലൈനിങ്ങിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടണ്ടെന്ന് തീരുമാനിച്ചത്. ഇനി രണ്ട് കാലിൻ്റെയും കൂടി ക്രോച്ച് ലെന്തുകൾ ചേർത്ത് വെച്ചിട്ട് കാല് വരുന്ന ഭാഗം താഴേക്ക് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു കാല് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പാർട്ടോടി ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അതിനുശേഷം 2 പാൻറ് വരുന്ന ഭാഗം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. 2 കാലുകൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് സെൻറ്റർ വരുന്ന 2 പാർട്ടുകൾ ഒരുമിച്ച് ഇതുപോലെ പിടിച്ചിട്ട് ക്രോച്ച് ലെന്ത് വരുന്നില്ലേ അതൊന്ന് ചേർത്ത് പിടിച്ചെടുക്കുക. സെൻറ്ററിൽ വരുന്ന 2 പാർട്ടും ഇതുപോലെ ചേർത്ത് പിടിച്ചെടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്രോച്ച് ലെന്ത് ഇല്ലേ, നമ്മൾ 16 ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തി എടുത്തില്ലേ, ആ ഭാഗമാണ് ക്രോച്ച് ലെന്ത്. ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ സെൻറ്റർ ജോയിൻ വരുന്ന ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. 2 പാൻറ്റിൻ്റെയും സെൻറ്റർ വരുന്ന ഭാഗമാണ്, അവിടെ ഒന്ന് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും മറുവശം കൂടി ഇതുപോലെ ചേർത്ത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സീറ്റ് വരുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഡബിൾ സ്റ്റിച്ചാണ് അവിടെ നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് എടുക്കുകയാണേ. ഇപ്പം നമ്മൾ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടേണ്ട ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കുറച്ച് ഇലാസ്റ്റിക് കയറ്റി എടുക്കുന്നതിന് വേണ്ടി സ്പേസ് വിട്ടിട്ട് ബാക്കി പാർട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളവിടെ 2 ഇഞ്ച് വീതിയാണ് ഇട്ടിരുന്നത്. നമ്മുടെ ഇലാസ്റ്റിക് സൈസ് അനുസരിച്ചിട്ടാണ് ഇവിടെ വീതി കൊടുക്കേണ്ടത്. 1 ഇഞ്ച് ഇലാസ്റ്റിക് 1.5 ഇഞ്ച് ഇലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ വീതി ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ഇഞ്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ മടക്കി ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇലാസ്റ്റിക് ഇടേണ്ട പാർട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇലാസ്റ്റിക് കയറ്റി എടുക്കേണ്ട പാർട്ട്. ഇനി നമുക്കിത് ഇലാസ്റ്റിക് എത്രയാണ് വേണ്ടതെന്ന് എടുക്കണമെങ്കിൽ ഈ ഹിപ്പിൻ്റെ ഫുള്ള് ലെന്ത് ഒന്ന് അളന്നെടുക്കുക. ഇതിപ്പോൾ 20 ഇഞ്ച് വിട്ടാണ് വന്നിട്ടുള്ളത്. ഇലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് നീളം കുറച്ചിട്ടാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 2 ഇഞ്ച് നീളം കുറച്ച് 18 ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സ്പേസിലൂടെ ഇലാസ്റ്റിക് ഒരു സൈഡിൽ കൂടി കടത്തി മറ്റൊരു സൈഡിലേക്ക് എടുക്കുക. ഇതിപ്പോൾ 2 സൈഡിലും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പിടിച്ചു വെച്ചിട്ട് ഇലാസ്റ്റിക്കിൻ്റെ പുറത്ത് വരാത്ത രീതിയിൽ തുണിയിലൂടെ ബാക്കി പാർട്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷറാറ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കീപ് ക്രിയേറ്റിംഗ് ഹാപ്പി മൊമെൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.